ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ലോകത്തെ അറിയിച്ച രണ്ട് പെൺപുലികൾ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇന്ന് ഇന്ത്യൻ വാർത്താ മാധ്യമങ്ങളിലെ പ്രധാന തലക്കെട്ടുകളിൽ ഒന്ന് ഈ ധീര വനിതകളുടെ പേരാകും ഉണ്ടാവുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേണൽ സോഫിയ ഖുറേഷിയെ കുറിച്ചിട്ടാണ്. എന്താണ് എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. And Swati, welcome back to Talk Space. ലോകം തിരയുന്ന വനിതകളിൽ ഒരാളാണ് കേണൽ സോഫിയ ഖുറേഷി. ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉശിരോടെ അറിയിച്ച പെൺകരുത്ത്. ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ കാതോർത്തു നിന്ന നിമിഷം ലോകത്തെ അറിയിച്ചവൾ. എന്തുകൊണ്ട് ഇവർ ഇത്രയും പ്രശസ്തി അർഹിക്കുന്നു എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഗുജറാത്തിലെ വഡോദരയിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവൻ ഹിജാബ് വലിച്ചെറിഞ്ഞ് ബാല്യത്തിൽ തന്നെ സാഹസികതയും രാജ്യസ്നേഹത്തിനുള്ള താല്പര്യവും കാണിച്ചവർ. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഭയക്കുകയും അതുപോലെ ആദരിക്കുകയും ചെയ്യുന്ന സൈനിക മേഖലയിൽ തന്നെ കടന്നു ചെല്ലാൻ അവർ തീരുമാനിക്കുകയുണ്ടായി. അവിടെ മുസ്ലിം എന്ന മതമോ ഹിജാബും ബുർക്കയും ഒന്നും അവൾക്ക് തടസ്സമായിരുന്നില്ല. മുസ്ലിം സ്ത്രീകളെ വെറും പ്രസവ യന്ത്രങ്ങളായി മാത്രം കാണുന്ന ഇസ്ലാം മത പണ്ഡിതന്മാർക്ക് സോഫിയ ഖുറേഷി ഒരു ഭീഷണിയായി മാറി. സ്വപ്നങ്ങൾ നെയ്തെടുത്ത് പറക്കാൻ ആഗ്രഹിച്ചിട്ടും പറക്കാൻ സാധിക്കാതെ അടുക്കള ചുമരിൽ തളയ്ക്കപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് മാതൃകയായവളാണ് സോഫിയ ഖുറേഷി. അവർ ലോക വനിതകൾക്ക് അഭിമാനമാണെന്നും പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയ ഭീകരർ കണ്ണീർ കയത്തിലേക്ക് തള്ളിവിട്ടതിലൂടെ വിധവളാക്കപ്പെട്ടവർക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നീതി നടപ്പാക്കി ഇതിന് നേതൃത്വം നൽകിയ രണ്ട് വനിതാ ഓഫീസർമാരിൽ ഒരാളാണ് സോഫിയ ഖുറേഷി. പാകിസ്ഥാനെതിരെ സൈനിക നടപടി വിശദീകരിക്കാൻ ഇതാദ്യമായിട്ടാണ് രണ്ട് വനിതാ ഉദ്യോഗസ്ഥരെ രാജ്യം നിയോഗിക്കുന്നത്. മുത്തച്ഛന് പാത പിന്തുടർന്ന് സൈന്യത്തിലെത്തിയ സോഫിയ 1999 ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ ലെഫ്റ്റനന്റ് ആയാണ് സോഫിയ ഖുറേഷി സൈന്യത്തിൽ എത്തുന്നത്. 2016 18 രാജ്യങ്ങൾ പങ്കെടുത്ത ഫോഴ്സ് 18 സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് സോഫിയ ഖുറേഷിയായിരുന്നു. ഫോഴ്സ് 18 ഏക വനിതാ കമാൻഡർ എന്ന നേട്ടവും സോഫിയയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2006 കോങ്കോയിൽ UN പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ സൈനിക നിരീക്ഷകയായിട്ട് സോഫിയ ഖുറേഷി സേവനം അനുഷ്ഠിച്ചിരുന്നു. സൈന്യത്തിൽ ഞങ്ങൾ തുല്യ അവസരങ്ങളിലും തുല്യ ഉത്തരവാദിത്വത്തിലും വിശ്വസിക്കുന്നുണ്ട്. പുരുഷന്മാർക്കും വനിതാ ഓഫീസർമാർക്കും തമ്മിൽ ഇവിടെ യാതൊരു തരത്തിലുള്ള അന്തരവുമില്ല. അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കേണൽ സോഫിയ ഖുറേഷി നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് അവൾ ഒരു വനിതയായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് സൈന്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിവും നേതൃഗുണവും ഉള്ളതുകൊണ്ടാണ്. ഇത് പറഞ്ഞത് ബിപിൻ റാവത്ത് ആയിരുന്നു. മസിൽ കരുത്തല്ല, മനക്കരുത്താണ് സൈന്യത്തിന് പ്രാധാന്യമെന്ന് തെളിയിച്ചു കൊടുത്തവളാണ്. രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വനിതകളും യുവാക്കളും കൂടുതൽ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമായ ഒന്നാണെന്ന് ഖുറേഷി പറയാറുണ്ട്. ഞാനിവിടെ ഖുറേഷി എടുത്തു പറയുന്നത്, ഞാൻ അടങ്ങുന്ന സ്ത്രീ സമൂഹം മാതൃകയാക്കണം ഈ ഒരു വനിതയെ. കഴിവുകൊണ്ടും മനക്കരുത്തുകൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഉയരങ്ങൾ കീഴടക്കിയ യുവതി. മക്കനയിടാത്ത സ്ത്രീ സമൂഹം നശിച്ചു പോകട്ടെ എന്ന് ശപിക്കുന്ന ഈ മൊല്ലാക്കമാർക്ക് അവർ കാണാം ഖുറേഷിയുടെ ഈ ഒരു വളർച്ച. സ്ത്രീ പുരുഷന് തുല്യ കഴിവും പ്രാപ്തിയും ഉള്ളവൾ ആണെന്ന് മനസ്സിലാക്കണം. അവൾ ഒരിക്കലും തളയ്ക്കപ്പെടേണ്ടവളല്ല സ്ത്രീ. സ്ത്രീകളുടെ ഉയരത്തിൽ പറക്കാനുള്ള ചിറകുകളാണ് ഒരു വിഭാഗം മുറിച്ചു മാറ്റിയിട്ടുള്ളത്. ഇവിടെ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തിലെ അംഗമാണ് സോഫിയ. തന്റെ മതത്തെക്കാൾ പ്രാധാന്യമുള്ള ഒന്നാണ് തന്റെ രാജ്യത്തിന്റെ സുരക്ഷ എന്ന് മനസ്സിലാക്കി ഇറങ്ങി തിരിച്ചവൾ. മതം നോക്കി വെടിവെച്ച് കൊന്നവരെ അതേ മതത്തിൽ ജനിച്ചവരുടെ നേതൃത്വത്തിൽ അടിമുടി ഇല്ലാതാക്കി. ഇതുപോലെ 10,000 കണക്കിന് ഖുറേഷികൾ ഇറങ്ങിത്തിരിക്കണം. ഖുറേഷിയെ പോലെ സ്ത്രീകൾ വളർന്നാൽ നമ്മുടെ രാജ്യവും വളരും.